യു. പിന്നെ പരീക്ഷകളൊക്കെ കഴിഞ്ഞു, റിസൾട്ടൊക്കെ വന്നു. എല്ലാവരും വളരെ സന്തോഷത്തിലായിരിക്കും. കാരണം നല്ല റിസൾട്ടായിരുന്നല്ലോ അല്ലേ. ഓരോ സ്കൂളുകളുമൊക്കെ ഒരുപാട് ഫുൾ A+ ഒക്കെ വാങ്ങി വലിയ വിജയം നേടിയിരിക്കുന്നു. നിങ്ങളുമൊക്കെ അതുപോലെ ഫുൾ A+ വാങ്ങിയവരും ചിലപ്പോൾ 1, 2 A+ മിസ്സായി പോയവരും ഒക്കെ കാണും. നമുക്ക് എല്ലാവർക്കും എല്ലാം നേടാൻ കഴിയില്ലല്ലോ അല്ലേ. അപ്പോൾ ഇപ്പം ഞാൻ വർക്കല ഡിസൈറിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾക്കിപ്പോൾ ക്ലാസ് എടുക്കാൻ പോകുന്നത്. എൻ്റെ പേര് സുഭാഷ്. ഞാൻ നിങ്ങളുടെ ഇംഗ്ലീഷ് അധ്യാപകനാണ്. ഇവിടെ ഈ സ്ഥാപനത്തിലെ ഇംഗ്ലീഷ് അധ്യാപകരിൽ ഒരാൾ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് ക്ലാസ്സാണ്. എല്ലാം മലയാളത്തിൽ അങ്ങോട്ട് പറയുക എന്ന് പറഞ്ഞാൽ അത് ശരിയാകില്ല. പക്ഷെ നിങ്ങൾ ഇപ്പോൾ 10 വരെ പഠിച്ചു വന്ന ആ സ്കൂളുകളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് കിട്ടിയതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് പോകേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകാം. കുറച്ച് കൂടുതൽ മലയാളവും കുറച്ച് ഇംഗ്ലീഷുമായിട്ട് നമുക്ക് കുറച്ച് ദിവസം, ഒരു 2-3 എപ്പിസോഡൊക്കെ കഴിയുമ്പോഴേക്ക് നിങ്ങൾക്ക് എൻ്റെ ആക്സൻറ്റുമായിട്ടൊക്കെ പൊരുത്തപ്പെടും. അപ്പോൾ പിന്നെ കൂടുതൽ ഇംഗ്ലീഷും കുറച്ച് മലയാളമായിട്ട് നമുക്ക് നീങ്ങും. അപ്പോൾ എല്ലാവരും റെഡിയാണല്ലോ. നമുക്ക് ഇംഗ്ലീഷിന് ഒരു ടെക്സ്റ്റല്ല ഈ വർഷം പഠിക്കുക +1. അതിനകത്ത് എല്ലാവർക്കൊന്നും കിട്ടിക്കാണില്ലായിരിക്കും അല്ലേ, കുഴപ്പമില്ല. അതിനകത്ത് 6 യൂണിറ്റുകളാണ്. ആദ്യത്തെ യൂണിറ്റിൽ 4 പാഠങ്ങൾ, ബാക്കി 2 മുതൽ 6 വരെയുള്ള യൂണിറ്റുകളിൽ 5 പാഠങ്ങളാണ് തന്നിരിക്കുന്നത്. അങ്ങനെ എല്ലാം കൂടെ എടുത്താൽ 13, 15, 15, 4, 19 ലെസൺസ്. ഈ 19 ലെസൺസ് എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് കവിതകളുണ്ട്, കഥകളുണ്ട്, പ്രസംഗങ്ങളുണ്ട്, അങ്ങനെ പോകുന്നു. ചെറുകഥകൾ, ആന്തോളജീസ്, ഇങ്ങനെ പോകുന്നു. അപ്പോൾ അതിൽ ആദ്യത്തെ യൂണിറ്റിനെ കുറിച്ചാണ് ഇന്നിപ്പോൾ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ആ ഓരോ യൂണിറ്റിനും ഒരു ചെറിയ ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നസ്. ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നസ്. ഗ്രേറ്റ്നസ് എന്നത് നിങ്ങൾക്ക് പരിചയമുള്ള വേർഡാണ്. ഗ്ലിംസസ് എന്ന് പറയുന്നത് അത്രയും പരിചയമുള്ളത്. നമ്മുടെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആരാ? സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ, ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഫ്രീ ഇന്ത്യ, ജവഹർലാൽ നെഹ്റു. അദ്ദേഹം ഒരു പൊളിറ്റീഷ്യൻ മാത്രമല്ലായിരുന്നു അല്ലേ, പിന്നെ ആരായിരുന്നു? യെസ്, ഹി വാസ് വൺ ഓഫ് ദ എമിനന്റ് എന്ന് പറഞ്ഞാൽ ഫേമസ് റൈറ്റേഴ്സ്. ലോകത്ത് ഒരുവിധമുള്ള ഗ്രന്ഥശാലകളിലെല്ലാം അദ്ദേഹം എഴുതിയ പുസ്തകങ്ങൾ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പുസ്തകത്തിന്റെ പേര് ആരെങ്കിലും ഓർക്കണം? ഇന്ത്യയെ കണ്ടെത്തൽ എന്ന് കേട്ടിട്ടുണ്ടായിരിക്കാം. അദ്ദേഹം എഴുതിയൊരു പുസ്തകത്തിന്റെ പേരാണ് ഡിസ്കവറി ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഐക്യം എന്ന് പറഞ്ഞിട്ട് യൂണിറ്റി ഓഫ് ഇന്ത്യ, മറ്റൊരു പുസ്തകം. ഇനി ഞാൻ പറയാൻ പോകുന്നത് അതാണ് നമ്മുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടത്. നമുക്ക് ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നസ്, ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി. അദ്ദേഹം എഴുതിയൊരു പുസ്തകത്തിന്റെ പേരാണ് ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി. ലോക ചരിത്രത്തിലേക്ക് എ ഗ്ലിംസ്, എ ഗ്ലാൻസ്, ഒരു എത്തിനോട്ടം. അപ്പോ ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നസ്, മഹാത്മ്യത്തിലേക്ക് ഒരു എത്തിനോട്ടം. അപ്പൊ ഇതിനകത്ത് നമ്മൾ കാണാൻ പോകുന്നത് എന്തായിരിക്കാം? കുറേ മഹാന്മാരായിരിക്കും. ആ മഹാന്മാരെ നമ്മളൊന്ന് പരിചയപ്പെടുക, ഒന്ന് എത്തി നോക്കുക. ഒന്ന് എത്തിനോട്ടം അത്രയല്ലേ പറ്റും അല്ലേ? അവർ വളരെ വിശദമായിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നെങ്കിൽ നമ്മൾ കൂടുതൽ പുസ്തകങ്ങളെ ഇവിടെ നമുക്കൊന്ന് എത്തി നോക്കുകയെങ്കിലും ചെയ്യാം, അവരൊന്ന് പരിചയപ്പെടുകയെങ്കിലും ചെയ്യാം. അതാണ് ഒന്നാമത്തെ യൂണിറ്റിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോ നിങ്ങളോടൊരു ചോദ്യം, ഈ ഗ്രേറ്റ്നെസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് അത് നേടിയെടുക്കാൻ കഴിയുന്നത്? ഇതെല്ലാം നമ്മൾ കൊണ്ടുവരുന്നതാണ്, വീഴുന്ന സമയത്ത് തന്നെ നമ്മൾ ജന്മനാ കൊണ്ടുവരുന്നതാണോ, അതോ നമ്മൾ ഇതൊക്കെ നേടിയെടുക്കുന്നതാണോ, അതോ ആരെങ്കിലുമൊക്കെ ഇതൊക്കെ നമ്മളിൽ അടിച്ചേൽപ്പിക്കുന്നതാണോ അറിയേണ്ടിയിരിക്കുന്നത് അല്ലേ? ഞാനൊരു സെന്റൻസ്, ഒരു കോട്ടിങ് പറയട്ടെ. ഞാൻ നേരത്തെ ഒരു ആളെ പരിചയപ്പെടുത്തിയായിരുന്നു. ആരാ? നമ്മുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. അദ്ദേഹത്തിന്റെ ഒരു ഉറ്റ സുഹൃത്തുണ്ടായിരുന്നു, മറ്റൊരു രാജ്യത്തെ പ്രൈം മിനിസ്റ്ററാണ്, ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററായിരുന്നു, വിൻസ്റ്റൺ ചർച്ചിൽ. ഈ ചർച്ചിലും നെഹ്റുവും വലിയ സുഹൃത്തുക്കളായിരുന്നു.
രണ്ടുപേരും നല്ല രസികന്മാരുമായി. പലപ്പോഴുമൊക്കെ അവർ ഈ തമാശകൾ പറഞ്ഞ് പരസ്പരം ചിരിക്കാറുണ്ട്. നമ്മൾ സാധാരണ മലയാളത്തിലൊക്കെ പാര പണിയാന്ന് പറയില്ലേ, അതുപോലെ നല്ല പാരകൾ പണിയുന്ന ആൾക്കാരായിരുന്നു വിൻസ്റ്റൺ ചർച്ചിലും നെഹ്റുവും. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാലേ, നെഹ്റുവും ചർച്ചിലും കൂടെ ഒരിക്കൽ ഇന്ത്യയിൽ ഒരു തെരുവീഥിലൂടെ ഇങ്ങനെ നടന്നു പോവുക. അപ്പോ വഴിയരികിൽ ഒരു കഴുകുമരുന്ന്, കഴുകുമരുന്ന് ഇംഗ്ലീഷിൽ ഗാലോസ് എന്നാണ് കേട്ടോ, ഗാലോസ്, GALLOWS. അപ്പോൾ ആ കഴുകുമരം കണ്ടിട്ട് വിൻസ്റ്റൺ ചർച്ചിലിന് ഒരു തമാശ തോന്നി. അദ്ദേഹം നെഹ്റുവിനോടായിട്ട് ഇങ്ങനെ പറഞ്ഞു, had the gallows got the person that it longs to get, what I would have been doing. നിങ്ങൾക്ക് കിട്ടിക്കാണില്ല, ഞാൻ ഒന്നുകൂടെ പറയട്ടെ. had the gallows got the person that it longs to get, what I would have been doing. ആ കഴുകുമരം ആഗ്രഹിക്കുന്ന ആളിനെ അതിന് കിട്ടിയിരുന്നെങ്കിൽ ഞാനിപ്പോഴെന്ത് ചെയ്യുമായിരുന്നു? എന്റെ നർമ്മം വല്ലതും പിടികിട്ടിയ? ആ കഴുകുമരം, രണ്ടുപേരും കൂടെ നടന്നു പോകുമ്പോൾ വിൻസ്റ്റൺ ചർച്ചിൽ നെഹ്റുവിനോട് ചോദിക്കുകയാണ്, ആ കഴുകുമരം ആഗ്രഹിക്കുന്ന ആളിനെ അതിന് കിട്ടിയിരുന്നെങ്കിൽ ഞാനിപ്പോഴെന്ത് ചെയ്യുമായിരുന്നു? നെഹ്റു അല്ലേ ആള്, അദ്ദേഹം ഒട്ടും ആലോചിച്ചില്ല, അദ്ദേഹം അതിന് ചുട്ട മറുപടി കൊടുത്തു. ഇങ്ങനെയായിരുന്നു മറുപടി, ഓ അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാനിപ്പോഴും ഇതിലെ ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്നു പോകുമായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? വിൻസ്റ്റൺ ചർച്ചിൽ ഉദ്ദേശിച്ചെന്താ? എടാ, ആ കഴുകുമരം നിന്നെയാണ് ആഗ്രഹിക്കുന്നത്, കഴുകുമരം ആഗ്രഹിക്കുന്നത് നിന്നെ ആ കഴുകുമരത്തിന് കിട്ടിയിരുന്നെങ്കിൽ ഞാനിപ്പോഴും എന്ത് ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇതിലെ ഒറ്റയ്ക്ക് നടന്നു പോകുമായിരുന്നു എന്നാണ് വിൻസ്റ്റൺ ചർച്ചിൽ ഉദ്ദേശിച്ചത്. പക്ഷെ നെഹ്റുവിന്റെ മറുപടി ഉടനെ ഇങ്ങനെ വന്നു, ഓ അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാനിപ്പോഴും ഒറ്റയ്ക്ക് ഇതിലെ നടന്നു പോകുമായിരുന്നു എന്ന് പറഞ്ഞാൽ എന്നെ അല്ലടാ, നിന്നെയാണ് ഈ കഴുകുമരം ആഗ്രഹിക്കുന്നത്. എത്ര അടുത്ത സൗഹൃദവും അത്ര എന്ത് പറയട്ടെ നർമ്മവും കൈകാര്യം ചെയ്ത രണ്ടുപേര്. ആ വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞ വാക്കുകളിലേക്ക് ഞാൻ പോകുന്നു. എന്ത് മാഹാത്മ്യമെന്ന് പറഞ്ഞാലും വിജയമെന്ന് പറഞ്ഞാലും എന്താണ്? അത് നമ്മൾ കൊണ്ടുവരുന്നതാണോ, അതോ നമ്മൾ ആർജിക്കുന്നതാണോ, അതോ നമ്മളിൽ അടിച്ചേൽപ്പിക്കുന്നതാണോ? ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം നിങ്ങൾക്ക് വേണ്ടിയിട്ട്. Some are born great. ചിലരൊക്കെ മഹാന്മാരായി പിറക്കുന്നു. സം അച്ചീവ് ഗ്രേറ്റ്നെസ്. ചിലര് ഈ മഹാത്മ്യം എന്ന് പറയുന്നത് നേടിയെടുക്കുക, അവർ സമ്പാദിക്കുക. സം ഹാവ് ഗ്രേറ്റ്നെസ് ത്രസ്റ്റ് അപ്പോൺ. മറ്റു ചിലരില് ഈ മഹാത്മ്യം എന്ന് പറയുന്നത് അടിച്ചേൽപ്പിക്കപ്പെടുന്നു. ആരുടെ വാക്കുകൾ? ഇത് മഹാനായ വില്യം ഷേക്സ്പിയറുടെ വാക്കുകൾ. നമുക്ക് തൊട്ടടുത്ത് ആരുടെ വാക്കുകളിലേക്ക് പോയി നോക്കാം. വിൻസ്റ്റൺ ചർച്ചിൽ, വില്യം ഷേക്സ്പിയർ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ആരാ വില്യം ഷേക്സ്പിയർ? ദ ഗ്രേറ്റസ്റ്റ്, ഏറ്റവും വലിയ ഡ്രമാറ്റിസ്റ്റ് ആൻഡ് പോയറ്റ് ദ വേൾഡ് ഹാസ് എവർ സീൻ. ലോകം ഇന്നുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ നാടകർത്തും കവിയുമായ വില്യം ഷേക്സ്പിയറുടെ വാക്കുകളാണ്. എന്തെന്ന് പറഞ്ഞു? ചിലരൊക്കെ ഈ സക്സസ് എന്ന് പറയുന്നത് അവർ കൊണ്ടുവരുന്നത്, മറ്റു ചിലർ ആർജിക്കുന്നത്, ഇനി ചിലരിൽ അത് അടിച്ചേൽപ്പിക്കപ്പെടുന്നത്. വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞ വാക്കുകൾ നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. അദ്ദേഹം ഇതിനെ കുറിച്ച് പറഞ്ഞത് എന്താണ്? സക്സസ് ഈസ് നോട്ട് എ ഫൈനൽ. വിജയമെന്നത് അന്തിമമല്ല. വിജയമെന്നത് ഫൈനൽ അല്ല, അന്തിമമല്ല. ഫെയിലുവർ ഈസ് നോട്ട് ഫേറ്റൽ. പരാജയമെന്ന് പറയുന്നത് ഗുരുതരവുമല്ല. ഫെയിലുവർ ഈസ് നോട്ട് ഫേറ്റൽ, അത് ഗുരുതരവുമല്ല. ഒരു ഫേറ്റൽ ഇഞ്ചുറി എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഗുരുതരമായ മുറിവെന്നാണ്. ഈസ് നോട്ട് ഫേറ്റൽ. ഇറ്റ് ഈസ് ദ കറേജ് ടു കണ്ടിന്യൂ ദാറ്റ് കൗണ്ട്സ്. എന്താണ് കൗണ്ട് ചെയ്യപ്പെടുന്നത്? എന്താണ് വിലയിരുത്തപ്പെടുന്നത്? എന്താണ് നമ്മള് കൗണ്ട് ചെയ്യപ്പെടുന്നത്? കറേജ് ടു കണ്ടിന്യൂ, തുടരാനുള്ള ധൈര്യം. ദ കറേജ് ടു കണ്ടിന്യൂ ടു ദ വേൾഡ് ഓഫ് സക്സസ്. വിജയത്തിന്റെ ലോകത്തേക്ക് അങ്ങനെ തുടർന്നും നീങ്ങാനുള്ള ധൈര്യം. ദാറ്റ് ഈസ് വാട്ട് കൗണ്ട്സ്, ദാറ്റ് ഈസ് വാട്ട് മാറ്റേഴ്സ്, ദാറ്റ് ഈസ് വാട്ട് ഈസ് ഇമ്പോർട്ടന്റ്. അതാണ് പ്രധാനം. ഈ പറഞ്ഞത് ആരെന്നാണ്? ഞാൻ നേരത്തെ പറഞ്ഞ നെഹ്റുവിന്റെ കൂട്ടുകാരൻ, ജവഹർലാൽ നെഹ്റുവിന്റെ കൂട്ടുകാരനായ വിൻസ്റ്റൺ ചർച്ചിൽ. അപ്പൊ നമ്മൾ ഫസ്റ്റ് യൂണിറ്റിലെ എന്താ പഠിക്കുന്നത്? ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നെസ്. ഗ്രേറ്റ്നെസ് എന്നാൽ എന്ത്? സക്സസ് എന്നാൽ എന്ത്? അതിന് വില്യം ഷേക്സ്പിയർ കൊടുത്ത ഒരു നിർവചനം നമ്മൾ കണ്ടു. അദ്ദേഹത്തിന്റെ ഒരു നാടകത്തിലൂടെയാണ്, ഒരു കഥാപാത്രത്തെ കൊണ്ട് അദ്ദേഹം ഇങ്ങനെ പറയിക്കുന്നു. അതുപോലെ വിൻസ്റ്റൺ ചർച്ചിലിന്റെ വാക്കുകളും നമ്മൾ കേട്ടായിരുന്നു. ഗ്രേറ്റ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സക്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്?
ഞാൻ വീണ്ടും ഒരു അല്പകാര്യം കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. ഇതൊക്കെ നമ്മളൊരു ഇൻട്രൊഡക്ഷന്റെ രൂപത്തിലാണ്. ആ യൂണിറ്റിൽ നിങ്ങൾ എന്താണ് നേടാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ്. ഞാൻ വീണ്ടും ഒന്ന് വായിച്ചിങ്ങനെ വരണേ, എന്റെ കൂടെ നിൽക്കുന്നു. സക്സസ് ഈസ് അൺഡൗട്ടഡ്ലി ദ ഫ്രൂട്ട് ഓഫ് പെർസീവറൻസ്. എന്താണ് വിജയം? വിജയം എന്ന് പറയുന്നത് ഒരു ഫലമാണെന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഫ്രൂട്ട്. എന്തിന്റെ ഫലമാണ്? പെർസീവറൻസിന്റെ ഫലമാണ്. സക്സസ് ഈസ് അൺഡൗട്ടഡ്ലി ദ ഫ്രൂട്ട് ഓഫ് പെർസീവറൻസ്. നമ്മളിലേക്ക് ഇടിച്ച് പലരുമൊക്കെ സ്ഥിരമായ ഒരു ഉത്സാഹം, സ്ഥിരോത്സാഹം എന്ന് നമ്മൾ പറയും. സ്ഥിരോത്സാഹം അത് ആരിലുണ്ടോ അവനാണ് എന്ത് നേടുന്നത്? വിജയം നേടുന്നത്. സോ സക്സസ് ഈസ് അൺഡൗട്ടഡ്ലി ദ ഫ്രൂട്ട് ഓഫ് പെർസീവറൻസ്. എവിടെ പെർസീവറൻസ് ഉണ്ടോ അവിടെ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം? വിജയം പ്രതീക്ഷിക്കാം. പെർസീവറൻസ്, സ്ഥിരോത്സാഹം. സ്ഥിരോത്സാഹം പോരാ, നമുക്ക് വീണ്ടും നീങ്ങാം. The great achievements of others can inspire us. വലിയ മഹാന്മാരുടെ നേട്ടങ്ങളുണ്ടല്ലോ, അതിന് നമ്മളെ പ്രചോദിപ്പിക്കാൻ കഴിയും, നമുക്ക് പ്രചോദനം നൽകാൻ കഴിയും. The glorious, the important, the vital activities of others, our achievements of others can inspire us. Like that, our achievements can inspire others. മറ്റുള്ളവരുടെ നേട്ടങ്ങള്, മഹത്തരമായ നേട്ടങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്നു, നമുക്ക് പ്രചോദനം നൽകുന്നു. അതുപോലെയാണ് നമ്മുടെ നേട്ടങ്ങൾ മറ്റുള്ളവർക്കും പ്രചോദനമാകുന്നത്. ആദ്യ യൂണിറ്റിൽ നമ്മൾ ഇതൊക്കെ കണ്ടുപോകും. മഹാന്മാരെ നമ്മളിങ്ങനെ കണ്ടുപോകുമ്പോ അവരെ കുറിച്ചുള്ള ആ ചിത്രം നമ്മളിങ്ങനെ കണ്ടുപോകുമ്പോ നമ്മൾ അതിനകത്തൂടെ വായിച്ചെടുക്കുന്ന കാര്യങ്ങളാണ് ഈ കാണുന്നത്. എന്തൊക്കെയാ പറഞ്ഞത്? ആദ്യം ഇങ്ങനെ പറഞ്ഞു, വിജയം എന്ന് പറയുന്നത് എന്താ? സക്സസ് ഈസ് ദ ഫ്രൂട്ട്. ഇറ്റ് ഈസ് അൺഡൗട്ടഡ്ലി ഓർ ഷുവർലി ദ ഫ്രൂട്ട് ഓഫ് പെർസീവറൻസ് എന്നുള്ളത്. അടുത്ത് ഇങ്ങനെ പറയുന്നു, അച്ചീവ്മെന്റ്സ് ഓഫ് അതേഴ്സ് ക്യാൻ ഇൻസ്പയർ us. മറ്റുള്ളവരുടെ നേട്ടങ്ങൾ നമ്മളെ സ്വാധീനിക്കും. ആൻഡ് ലൈക്ക് ദാറ്റ് അവർ അച്ചീവ്മെന്റ്സ് ക്യാൻ ഇൻസ്പയർ അതേഴ്സ് ഓർ ഇൻഫ്ലുവൻസ് അതേഴ്സ്. അത് മറ്റുള്ളവർക്ക് പ്രചോദനമേകാൻ, മറ്റുള്ളവരെ സ്വാധീനിക്കാൻ കഴിയും. മറ്റൊരു പോയിന്റിലേക്ക്, ഞാൻ എല്ലാം ഒന്നും വായിക്കുന്നില്ല, അത് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം. യെസ്, മറ്റൊന്ന്, the first unit of this text, Glimpses of Greatness, it highlights the personality traits of some great people. എന്താണ് ഈ ആദ്യത്തെ ചാപ്റ്ററിൽ അല്ലെങ്കിൽ ആദ്യത്തെ യൂണിറ്റിൽ നമ്മൾ കാണാൻ പോകുന്നത്? Some eminent personalities, some famous personalities, ചില മഹത് വ്യക്തികൾ, അവരെങ്ങനെ മഹാന്മാരായി തീർന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ അവരുടെ മഹാത്മ്യം അവർ കൊണ്ടുവന്നതാണോ, അതോ അവർ ആർജിച്ചെടുത്തതാണോ, അതോ അവരിൽ ആരെങ്കിലുമൊക്കെ അടിച്ചേൽപ്പിച്ചതാണോ? വീണ്ടും പോകാം നമുക്ക് വിഷയത്തിലേക്ക്. It throws light on the qualities that are to be developed as to become successful in life. മഹാന്മാർ അവരെങ്ങനെയാണ് ആ ലോകത്തെത്തിയത്? അതുപോലെ do you want to succeed in life? Do you want to become successful? Do you want to become successful in life? നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കണമോ, വിജയികളായി മാറണമോ? വിജയികളായവരുടെ പാത കാണിച്ചു തരികയാണ്. Move along those paths or find out your own paths. ഒന്നുകിൽ ആ പാതകളിലൂടെ പോകുക, മഹാന്മാർ വെട്ടി ഒരുക്കിയ, നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടിരിക്കുന്ന വീഥിയിലൂടെ പോകാം. അതല്ലെങ്കിൽ ഈ മഹാന്മാർ ഒരുക്കിയ വീഥികൾ കണ്ട് ആ പാഠങ്ങൾ ഉൾക്കൊണ്ട് നമുക്ക് സ്വന്തമായിട്ട് ഒരു പാത ഒരുക്കാം. മറ്റുള്ളവർ നമ്മൾ ഒരുക്കിയ പാത, ആ പാതയിലൂടെ നീങ്ങും. അല്ലെങ്കിൽ നമ്മൾ ഒരുക്കിയ പാത മറ്റുള്ളവർക്ക് പ്രചോദനമായി മാറും. നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ, നമ്മൾ പാഠത്തിലേക്കൊന്നും കടന്നില്ല. നമ്മളിതിന്റെ ടൈറ്റിലിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോവുകയായിരുന്നു. പക്ഷെ ആ ടൈറ്റിലൂടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി. സക്സസ് എന്താണ്, ഗ്രേറ്റ്നെസ് എന്താണ്, ഈ ഗ്രേറ്റ്നെസ് എന്ന് പറയുന്നതൊക്കെ എങ്ങനെയാണ് നേടിയെടുക്കാൻ കഴിയുന്നത്, അല്ലേ? പിന്നെ വലിയ നേട്ടങ്ങൾ കൊയ്ത ആൾക്കാര് അവർ മറ്റുള്ളവരെ സ്വാധീനിക്കുന്നു. മറ്റുള്ളവർ അവരുടെ നേട്ടങ്ങളിലൂടെ അടുത്ത തലമുറയെ അല്ലെങ്കിൽ അവർക്ക് പിന്നാലെ വരുന്ന ആൾക്കാരെ സ്വാധീനിക്കുന്നു.
എന്തിനാണ് ഈ പാഠങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, മഹാന്മാരൊരുക്കിയ വഴികൾ, അവർ പിന്നിട്ട വീഥികൾ, അത് നമുക്ക് പ്രചോദനമാകണം. ആ പ്രചോദനം ഏറ്റുവാങ്ങിക്കൊണ്ട് ഒന്നുകിൽ അതുപോലും ആ പാതയിലൂടെ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായ പാതകൾ വെട്ടാം. ആ പാതയിലൂടെ നമുക്ക് മുന്നോട്ട് നീങ്ങാം. അങ്ങനെ നമുക്ക് മറ്റുള്ളവർക്ക് പ്രചോദനമാകാം. മനസ്സിലാകുന്ന വളരെ സീരിയസ് ആയിട്ടുള്ളൊരു വിഷയമാണ് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുറച്ച് കാര്യം കൂടെ കേൾക്കാം. ഇതെല്ലാം ഇൻട്രൊഡക്ഷൻ്റെ രൂപത്തിലേക്ക്. എന്നിട്ട് നമുക്ക് ആദ്യ പാഠത്തിലേക്ക് കിടക്കാം. ഓക്കെ. ഈ ആദ്യ യൂണിറ്റില് പാഠങ്ങളെ വെറുതെ ഇങ്ങനെ ഒന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. ഞാൻ വെറുതെ ഒന്ന് ഇങ്ങനെ വായിക്കാം. പാഠങ്ങളുടെ പേരും അതിന്റെ ഓർഡർ അത്രയ്ക്ക് വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കും. ദിസ് യൂണിറ്റ് ഇൻക്ലൂഡ്സ് ആൻ അനക്ഡോട്ട്. അപ്പൊ ഈ യൂണിറ്റിൽ ഫസ്റ്റ് യൂണിറ്റ്, അതായത് പ്രിൻസസ് ഓഫ് ഗ്രേറ്റ്നസിലെ ഇതില് എന്തൊക്കെയാണ് ഉൾപ്പെട്ടിരിക്കുന്നത് ചോദിച്ചാൽ പറഞ്ഞ ഒരു അനക്ഡോട്ട് ഉണ്ട്. അനക്ഡോട്ട് ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റോറീസ് ഉണ്ട്, പോയിംസ് ഉണ്ട്, എസേസ് ഉണ്ട്, സ്പീച്ചസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അവിടെ ഞാൻ പറയാത്ത ഒരു വാക്കാണ് കിട്ടിയിരിക്കുന്നത്, അനക്ഡോട്ട്. അനക്ഡോട്ട് എന്ന് പറഞ്ഞാല് ശരിക്കും പറഞ്ഞാല് നമ്മള് ഒരു വലിയ കഥ വായിക്കുക. ആ കഥയ്ക്കുള്ളിൽ കഥകൾ കാണും. അല്ലെങ്കിൽ ഒരു സംഭവം നമ്മളിങ്ങനെ വായിച്ചു പോവുകയാണ്, അതിനുള്ളിൽ വീണ്ടും ചെറിയ ചെറിയ സംഭവങ്ങൾ നിർത്തിയിരിക്കുന്നു. ആ ചെറിയ സംഭവങ്ങൾ സബ് സ്റ്റോറീസ് എന്നൊക്കെ നമുക്ക് വിളിക്കാം. സബ് പ്ലോട്ടുകൾ, സബ് സ്റ്റോറീസ്, അല്ലെങ്കിൽ ഷോർട്ട് സ്റ്റോറീസ്, ചെറുകഥകൾ. ഒരു വലിയ കഥയ്ക്കുള്ളിലെ ചെറുകഥകൾ. ഇപ്പൊ എന്റെ ജീവിതം അതൊരു കഥയാണെങ്കിൽ ആ ജീവിതത്തിനുള്ളിലെ കൊച്ചു കൊച്ചു സംഭവങ്ങൾ എനിക്ക് പറയാം. ഏതെങ്കിലും ഒരു സംഭവത്തെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് വൺ ഓഫ് ദ അനക്ഡോട്ട്സ് ഫ്രം മൈ ലൈഫ്. എന്റെ ജീവിതത്തിൽ നടത്തിയിരിക്കുന്ന ഒരു അനക്ഡോട്ട്. അങ്ങനെ ഒരു അനക്ഡോട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ആൻ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ഇവിടുത്തെ തൽക്കാലമായിട്ട് എടുക്കാൻ പറ്റും. ഓർ എ സ്റ്റോറി, ഓർ എ സബ് പ്ലോട്ട്, ഒരു ഉപകഥ. ആരിൽ നിന്ന്, ആരുടെ ജീവിതത്തിൽ നിന്നാണ്? യെസ്, അനക്ഡോട്ട് ഫ്രം ദ ലൈഫ് ഓഫ് എബ്രഹാം ലിങ്കൺ. എബ്രഹാം ലിങ്കൺ. You might have heard of Abraham. അദ്ദേഹത്തിന്റെ ഉയർച്ചയെക്കുറിച്ച് ഞാൻ എൻ്റെ കുട്ടികളോട് പലപ്പോഴും പറയാറുള്ളത് ഫ്രം ഹട്ട് ടു കാസിൽ. അതാണ് ഫ്രം ഹട്ട് ടു കാസിൽ. ഫ്രം ഹട്ട് ടു കാസിൽ. കുടിലിൽ നിന്ന് കൊട്ടാരത്തിലേക്ക്. ഒരു കറുത്ത വർഗക്കാരൻ മഴ പെയ്താല് ഒലിച്ചിറങ്ങുന്ന ഒരു കൊച്ചുമുറി, അതിനുള്ളില് ഒരങ്ങ്. കോൾമയിലിൽ പണിയെടുക്കുന്ന അച്ഛനെ സ്കൂൾ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ, വല്ലപ്പോഴും ആ സ്കൂളിൽ പോകുന്നതെങ്കിലും പോയി വരുമ്പോൾ സഹായിക്കുന്ന ഒരു കറുത്ത വർഗ്ഗക്കാരൻ, ഒരു പയ്യൻ. അവൻ ഒരു കുടിലിൽ പിറന്നവൻ. വളർന്ന് എവിടെ എത്തുന്നു? അമേരിക്കയിലെ ഏറ്റവും വലിയ ഓഫീസ്, വൈറ്റ് ഹൗസ്. അതാണ് ഞാൻ കൊട്ടാരം കൊണ്ട് ഉദ്ദേശിച്ചത്. കുടിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് വരുന്ന എബ്രഹാം ലിങ്കൺ. അമേരിക്കയിലെ ഈ നമ്മള് പലപ്പോഴും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ലേ, കാലിച്ചന്ത. അപ്പോൾ കന്നുകാലികൾ കൊണ്ടുവരുന്നു. ചിലപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം, ചിലപ്പോൾ മാസത്തിൽ 2 ദിവസമൊക്കെ ആയിരിക്കും. കന്നുകാലികളെ കൊണ്ടുവരും. കുറേ ആൾക്കാർ അവിടെ എത്തുന്നു, വില വീശുന്നു, വാങ്ങുന്നു, കൊണ്ടുപോകുന്നു. കാലിച്ചന്ത എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം പത്രത്തിലൊരു വാർത്ത ഉണ്ടായിരുന്നു. എന്തായിരുന്നില്ലേ? ഫിലിപ്പൈൻസുമായിട്ട് ബന്ധപ്പെട്ടാണ്. പത്രമൊക്കെ വായിക്കണം. ആ വാർത്ത ഇതായിരുന്നു, ഫിലിപ്പൈൻസിലെ എന്ത് നിരോധിക്കുന്നു പറഞ്ഞോണ്ട് പട്ടി ഇറച്ചി വിൽപ്പന നിരോധിക്കുന്നു എന്ന് കാണിച്ചുകൊണ്ട്. അപ്പൊ ഫിലിപ്പൈൻസിലെ ആൾക്കാർ പട്ടി ഇറച്ചി കഴിച്ചിരുന്നു. ഒരു കാലഘട്ടത്തിൽ അത് അവർക്ക് അതിനുള്ള അനുവാദം ഉണ്ടായിരുന്നു, ലൈസൻസ് കൊടുത്തിരുന്നു. പട്ടികളെ മാർക്കറ്റുണ്ട്, പട്ടികളെ കൊണ്ടുവരാം. ഡോഗ് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ പട്ടികളെ കൊണ്ടുവരുന്നു, ആൾക്കാർ വാങ്ങിക്കൊണ്ട് പോകുന്നു. ചില വിശേഷ ദിവസങ്ങളിൽ വീട്ടിൽ തന്നെ നമ്മുടെ ആടിനെ കിട്ടുന്നു പറഞ്ഞിട്ട് വീട്ടിൽ തന്നെ ഇതിനെയൊക്കെ വെട്ടി വിശിഷ്ട വിഭവമായിട്ടാണ് അവർ കഴിച്ചിരുന്നത്. പോട്ടെ, എന്തായാലും ശരി. അപ്പൊ അതുപോലെ അമേരിക്കയിൽ ഒരു കാലഘട്ടത്തിൽ എന്തുണ്ടായിരുന്നറിയാം? സ്ലേവ് മാർക്കറ്റ്, അടിമ ചന്തയുണ്ടായിരുന്നു. അടിമകളെ കൊണ്ടുവരിക, ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് പോകുക, അവിടെ നിന്ന് തുച്ഛമായ വിലയ്ക്ക് ഈ കറമ്പന്മാരെ, ഈ നീഗ്രോസിനെ, കാപ്പിരികളെ വാങ്ങിക്കൊണ്ടുവരിക, ഈ ചന്തയിൽ കൊണ്ടുവന്ന് എത്തിക്കുക, വൻ വിലയ്ക്ക് വിൽക്കുക.
ഈ കാലിച്ചന്തയിൽ ചെന്നാൽ കാണുന്ന രംഗം നമുക്ക് ഇതാ 2-3 ചെറുപ്പക്കാർ കാപ്പിരികൾ നിരത്തി നിർത്തിയിരിക്കുന്നു. അവിടെ ബാർഗെയിനിങ് നടക്കുന്നു, വിലപേശൽ നടക്കുന്നു. ഏതോ ഒരു തുകയ്ക്ക് ഒരാൾ ആ 4 പേര് വാങ്ങുന്നു. ഇന്ന് വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാലും അവിടെ കൊണ്ടുപോയാൽ തിരിച്ചറിയണ്ടേ ഇന്നാരുടേതാണെന്ന്. മെറ്റൽ കൊണ്ട് തീർത്ത ഒരു സീലുണ്ട്. ആ സീല് ചുട്ട് പഴുപ്പിക്കും, എന്നിട്ട് അവരുടെ മുതുകിൽ അങ്ങോട്ട് വെച്ചുകൊണ്ടിരിക്കും. സ്വല്പസമയം ഇങ്ങനെ സ്വാഭാവികമായിട്ടും ആ സീൽ അവിടെ അങ്ങോട്ട് പതിയും. നമ്മൾ കാളയെ കണ്ടിട്ടില്ലേ? അത് കാളയുടെ ദേഹത്തിങ്ങനെ ഒരു അടയാളം കൊടുത്തിരിക്കും, കാളകളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. അതുപോലെ മുദ്ര കുത്തി കൈയും കാലും ബന്ധിച്ച് ഒരു ടാങ്ക് തീർത്ത് വെച്ചിരിക്കും. ആ ടാങ്കിലാണ് നമ്മളെ പശുവിന് കൊടുക്കുന്ന കാടി പോലെ കുറച്ച് ഭക്ഷണം കൊണ്ടിട്ട് കൊടുക്കുന്നത്. അതും കഴിച്ചു തീർന്ന് നേരെ പോകും പാടത്ത്. അന്ത്യോളം പണിയെടുക്കണം. ഡൗൺ ടു ഡെസ്ക് എന്നാണ്, പ്രഭാതം മുതൽ പ്രദോഷം വരെ പണിയെടുക്കണം. ഇതിങ്ങനെ വിധിക്കപ്പെട്ട ഒരുപറ്റം ആൾക്കാരുണ്ടായിരുന്നത്. ആ കറുത്ത വർഗ്ഗക്കാരുടെ മോചനത്തിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ശ്രമിച്ച് അമേരിക്കയിലെ കറുത്ത വർഗ്ഗക്കാരിൽ ഒരു പ്രസിഡന്റായിട്ട് മാറുന്നു. നമ്മുടെ എബ്രഹാം ലിങ്കൺ പ്രസിഡന്റായി മാറി. ആ പ്രസിഡന്റായി മാറിയിട്ട് അദ്ദേഹത്തിന്റെ ആദ്യ പ്രഖ്യാപനം ഇതായിരുന്നു: എന്ത്? അബോളിഷൻ ഓഫ് സ്ലേവറി. അടിമത്വം നിർത്തലാക്കിയിരിക്കുന്നു. അമേരിക്കൻ ഫ്രം ടുഡേ ഓൺവേർഡ്സ് ഓൾ ആർ അമേരിക്കൻസ്. നോ വൈറ്റ്സ്, നോ ബ്ലാക്സ്. ഇന്ന് മുതൽ കറുത്ത വർഗ്ഗക്കാരെന്ന് പറഞ്ഞില്ല, വെള്ളക്കാരെന്ന് പറഞ്ഞില്ല, ഇവിടെ അമേരിക്കക്കാർ മാത്രമേ ഉള്ളൂ എന്ന പ്രഖ്യാപനം നടത്തിയ ആ മഹാൻ എബ്രഹാം ലിങ്കൺ, അദ്ദേഹത്തിന്റെ ഒരു അനക്ഡോട്ട്, അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു അനക്ഡോട്ട്, ഒരു ചെറിയ കഥ, അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു രസാവഹമായ സംഭവം. ഓക്കെ, 1, 2 അനക്ഡോട്ട് ഓഫ് എബ്രഹാം. ദെൻ ലിങ്കൺ എയ്ബ്സ് ഫസ്റ്റ് സ്പീച്ച് എന്ന് പറഞ്ഞു. മറ്റൊന്ന്, എ സ്റ്റോറി ബൈ ലിയം ഓഫ് ഫ്ലെഹർട്ടി. ലിയം ഓഫ് ഫ്ലെഹർട്ടിയുടെ ഒരു കഥയുണ്ട്. ഒരു ഐറിഷ് റൈറ്ററാണ്. അദ്ദേഹത്തിന്റെ ഒരു കഥ തരുന്നുണ്ട്. ആ കഥയുടെ പേര് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്, അവന്റെ ആദ്യ പറക്കൽ. അവിടെ നമ്മൾ കാണും കോൺഫിഡൻസ് ഇല്ലായ്മ. അവിടെ നമ്മൾ മനസ്സിലാക്കും കോൺഫിഡൻസിന്റെ പ്രാധാന്യം. അവിടെ നമ്മൾ മനസ്സിലാക്കും എങ്ങനെയാണ് മാതാപിതാക്കൾ കോൺഫിഡൻസ് ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് തന്റെ കുഞ്ഞിനെ സഹായിക്കുന്നതെന്ന്. അവിടെ നമ്മൾ നേരത്തെ കണ്ടതാണ് കോൺഫിഡൻസ്. ആ പോയിന്റാണ് അതിനകത്ത് സ്ഥാപിക്കപ്പെടുന്നത്. ആ കഥയിലൂടെ സ്ഥാപിക്കപ്പെടുന്നത് ആര്? ലിയം ഓ ഫ്ലൈറ്റ്. കഥയുടെ പേര് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. 2. അടുത്തത്, എ സ്പീച്ച് ബൈ ഡോക്ടർ APJ അബ്ദുൽ കലാം. നമ്മുടെ APJയുടെ ഒരു പ്രസംഗമുണ്ട്. അതിനിങ്ങനെ ടൈറ്റിൽ കൊടുത്തിരിക്കുന്ന I'll fly. എ വെരി ഇൻസ്പയറിംഗ് സ്പീച്ച്. നമ്മളേക്ക് ആവേശം കൊള്ളിക്കുന്ന ഒരു പ്രസംഗം. അപ്പൊ അതും പഠിക്കാനുണ്ട്. അടുത്തത്, എ പ്രൊഫൈൽ ഓഫ് സ്റ്റീഫൻ ഹോക്കിങ്സ്. സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ ഒരു പ്രൊഫൈൽ, അദ്ദേഹത്തിന്റെ ഒരു ചിത്രം നമുക്ക് കിട്ടുന്ന ഒരു പ്രൊഫൈലാണ്. നമുക്ക് ചിലപ്പോഴൊക്കെ നിങ്ങളോട് ആവശ്യപ്പെടും, ഇതിപ്പോ എന്ന് പറയട്ടെ, APJയെ കുറിച്ചൊരു പ്രൊഫൈൽ തയ്യാറാക്കുക, അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ച് തന്നെ ഒരു പ്രൊഫൈൽ തയ്യാറാക്കുക. ഇവിടെ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ കുറിച്ച് ഒരു പ്രൊഫൈൽ, അതിന് കൊടുത്തിരിക്കുന്ന പേര് ഇതാണ്: ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവ്രിതിങ്. ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവ്രിതിങ്. എന്തും അറിയാനുള്ള ഒരു ക്വസ്റ്റ്. ക്വസ്റ്റ് മീൻസ് എ തേഴ്സ്റ്റ്, an insatiable thirst. ഒരിക്കലും ശമിക്കാത്ത ഒരു ദാഹം, എന്തും അറിയാനുള്ള. അതാണ് ആ ടൈറ്റിൽ. അടുത്ത ഒരെണ്ണം കൂടെ ഉണ്ട്, ഒരു കവിതയാണ്. ആ കവിതയുടെ പേര് ഇഫ് എന്നാണ്. ആ കവിയുടെ പേര് റഡ്യാർഡ് കിപ്ലിംഗ്. ഇത്രയും അടങ്ങുന്നതാണ് ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നസ്. ഗോട്ട് ഇറ്റ്? ഒന്നുകൂടെ വേണമെങ്കിൽ ഞാൻ തരാം. ആദ്യത്തെ നമ്മൾ കണ്ടത് ഒരു അനക്ഡോട്ട്. ആരെ കുറിച്ച്? എബ്രഹാം ലിങ്കനെ കുറിച്ച്. പിന്നീട് ഒരു കഥയായിരുന്നു, ഒരു കഥയായിരുന്നു ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. ഒരു ഐറിഷ് റൈറ്റർ, പേര് ലിയം ഓ ഫ്ലെഹർട്ടി. പിന്നീട് നമ്മൾ കണ്ടത് APJയുടെ ഒരു സ്പീച്ച് I will fly. അടുത്ത സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവ്രിതിങ്. അവസാനത്തേത് റഡ്യാർഡ് കിപ്ലിംഗിന്റെ ഇഫ് എന്നൊരു കവിത. ഇത്രയും അടങ്ങുന്നതാണ് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ്. ഏകദേശം ഒരു ചിത്രം കിട്ടിയില്ലേ? ഇനി നിങ്ങൾ 10ാം സ്റ്റാൻഡേർഡിൽ പഠിച്ചതുപോലെ ഈ ഒരു പാഠം, ആ പാഠം ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഇങ്ങനെ നിൽക്കും. അതിനകത്തുനിന്ന് വളരെ കുറച്ച് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വളരെ വളരെ കുറവാണ്. നേരിട്ട് ചോദ്യമൊന്നും അങ്ങനെ വരില്ല. വളരെ അപൂർവമായിട്ടുള്ള ചില 2-3 മാർക്കിന് വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. ബാക്കി ആക്ടിവിറ്റീസാണ്.
അപ്പോൾ ഒരു പാഠം, ആ പാഠത്തെ ബേസ് ചെയ്ത് എന്തൊക്കെ ചോദിക്കാം എന്ന് ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെയൊക്കെ പറയാം. ആ പാഠത്തെ ബേസ് ചെയ്ത് ഒരു ലെറ്റർ ആയിക്കോട്ടെ, ആ പാഠവുമായി ബന്ധപ്പെട്ട് നമുക്കൊരു നോട്ടീസ് തയ്യാറാക്കാം, ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ ചിലപ്പോൾ ആവശ്യപ്പെട്ടാൽ, ഒരാളുടെ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരാളുടെ ഒരു പ്രൊഫൈൽ തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടാൽ, ഒരു നിങ്ങളുടെ സ്കൂളിൽ ഏതെങ്കിലും ഒരു വിഷയമായി, ഇപ്പൊ നിങ്ങൾ പഠിച്ച പാഠവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ സ്കൂളിൽ എന്തോ ഒരു മീറ്റിങ്ങോ ഒരു സെമിനാറോ എന്തെങ്കിലും കണ്ടക്ട് ചെയ്യുന്നു. അപ്പോൾ അതിനൊരു നോട്ടീസ് തയ്യാറാക്കുക. ഇങ്ങനെ പോകുന്ന ആക്ടിവിറ്റീസ്. അപ്പോൾ ഇതിനാണ് നമ്മൾ ഊന്നൽ കൊടുക്കേണ്ടത്. പാഠം നമുക്ക് എപ്പോഴും ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയുള്ളൂ. ആ പാഠവുമായിട്ട് ബന്ധപ്പെട്ട് ഏതെല്ലാം ചോദ്യങ്ങൾ ഉണ്ടാകാം. അപ്പോൾ ഓരോ പാഠവും തീരുമ്പോൾ ഇപ്പം നിങ്ങളുടെ സ്കൂളിൽ നിന്ന് കുറച്ച് നോട്ട്സ് കിട്ടും, നിങ്ങളൊരു ട്യൂഷൻ സെന്ററിൽ പോകുകയാണെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് കുറച്ച് നോട്ട്സ് കിട്ടും. ഇനി അതിൽ നിങ്ങൾ സെലക്ട് ചെയ്യും ഇതിലേതാണ് പഠിക്കേണ്ടതെന്നുള്ളത്. നിങ്ങൾക്ക് പഠിക്കാൻ ഏറ്റവും എളുപ്പമായിട്ട് തോന്നുന്നത് നിങ്ങൾ പഠിക്കാം. പക്ഷെ ചിലപ്പോൾ എക്സാമിനേഷൻ ഇതൊന്നും ആയിരിക്കില്ല, മറ്റൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ പാഠവും പഠിച്ചു തീരുമ്പോൾ ആ പാഠത്തിൽ നിന്ന് ഏതെല്ലാം ചോദ്യങ്ങൾ ഉണ്ടാകാം സ്വയം നിങ്ങൾ തയ്യാറാക്കണം. അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായാൽ എന്ത്, എല്ലാത്തിൻ്റെ ഫോമാറ്റ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. നിങ്ങളുടെ സ്കൂളിൽ നിന്ന് കിട്ടും. ഒരു നോട്ടീസിന്റെ ഫോമാറ്റ് എന്താണ്, ഒരു പേഴ്സണൽ ലെറ്റർ അല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽ ലെറ്റർ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ, അതെല്ലാം നമുക്ക് ഒരു പ്രൊഫൈൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നത്, ഇതെല്ലാം നമുക്ക് അതിന്റെ ഫോമാറ്റ് കിട്ടും. അപ്പോൾ ആ ഫോമാറ്റ് വെച്ചിട്ട് ഇതിനകത്ത് ഇന്ന ചോദ്യം വരുന്നെങ്കിലോ, അതോ അങ്ങനെ ഒരു ചോദ്യം വരുന്നെങ്കിലോ, എന്നാൽ ഇന്ന രീതിയിലേക്ക് ഇപ്പോഴും അങ്ങനെ ചെയ്യില്ല. അതിലൂടെ എന്താ കിട്ടുന്നതിനെയാണ്, യു വിൽ ഇംപ്രൂവ് യുവർ ഇംഗ്ലീഷ്. നിങ്ങളറിയാതെ നിങ്ങളുടെ ഇംഗ്ലീഷ് വർദ്ധിക്കും. നിങ്ങളുടെ ഇംഗ്ലീഷ് നിങ്ങളറിയാതെ തന്നെ കുറേ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. നമുക്ക് എന്തായാലും ശരി തന്നെ. ഇപ്പം ഞാൻ ഈ ഇംഗ്ലീഷ് ക്ലാസ് മലയാളത്തിൽ എടുത്താൽ ഉണ്ടാകുന്നൊരു കുഴപ്പമെന്ന് പറയുന്നത്, യു വിൽ നോട്ട് ഗെറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ലേൺ ഇംഗ്ലീഷ്. യു സീ, I expect you to write good English. I expect you to speak in good English. You should use, that is what we expect. നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതാണ് നിങ്ങൾ നല്ല ഇംഗ്ലീഷിൽ എഴുതണം, നല്ല ഇംഗ്ലീഷ് സംസാരിക്കണം. And for that നമ്മൾ എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നത്, we teachers are supposed to speak in English medium. നമ്മൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ ഇംഗ്ലീഷ് ക്ലാസ്സെങ്കിലും ഇംഗ്ലീഷ് മീഡിയത്തിൽ സംസാരിച്ചാലേ അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഗുണം കിട്ടും. നമ്മളെ ഇപ്പം നിങ്ങൾ നാളെ +2 ഒക്കെ കഴിഞ്ഞ് തന്നു, എൻട്രൻസ് എക്സാം ഒക്കെ എഴുതി, ഒരു പക്ഷേ എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് പോയി, അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിലേക്ക്, അല്ലെങ്കിൽ മറ്റതുപോലുള്ള ഏതെങ്കിലും മേഖലകളിലേക്ക് പോയി. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞു തീർന്നാൽ പിന്നെ ജോലിയുടെ സമയമാണ്. ആ ജോലിയുടെ സമയമാകുമ്പോഴാണ് ഇതിന്റെ പ്രാധാന്യവും വരുന്നത്. എത്രയെങ്കിലും കുട്ടികൾ പലപ്പോഴും നമ്മളേക്ക് രക്ഷകർത്താക്കളാണ് കൂടുതലും സമീപിക്കുന്നത്. സാറേ, എൻ്റെ മകൾ നഴ്സിംഗ് കഴിഞ്ഞു, 2-3 വർഷമായി, കുറേ ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തു, പക്ഷേ ഒന്നും നടന്നില്ല. ഇംഗ്ലീഷ് ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാൻ പറ്റിയില്ല, ലാംഗ്വേജ് ഇല്ല സാറേ. അവിടെയാണ് ഇതിന്റെ പ്രാധാന്യം. അപ്പോൾ ഞാൻ തൽക്കാലത്തേക്കൊക്കെ ഇങ്ങനെ മലയാളം പറഞ്ഞു പോകുന്നെങ്കിലും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് മാറണം. അതിന് നിങ്ങൾ ഒരുങ്ങി, നിങ്ങൾ റെഡിയാകണം ഈ പറയുന്നതൊക്കെ മനസ്സിലാക്കാനുള്ള ശ്രമം നടത്തുക. സോ ട്രൈ ടു understand the lessons properly, listen and repeat, listen and repeat. Whenever I say something in English, keep on repeating, first listen and keep on repeating it. It will be yours. Okay, so for the time being, it's all for the day. Bye, take care, always wear mask whenever you go out, and keep social distance. We are our God. We are our God. Okay, thank you once again.